ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിക്ക് മുന്നിൽ കണ്ണന്റെ അച്ഛൻ പ്രത്യക്ഷപ്പെടുന്നു. എന്തിനാണെന്നല്ലേ? എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്തിനായിരിക്കും നമ്മുടെ കണ്ണന്റെ അച്ഛൻ മഹാലക്ഷ്മിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമാട്ടോ എല്ലാ പ്രേക്ഷകരുടെ മുന്നിൽ. വേറൊന്നുമല്ല, നമ്മുടെ കണ്ണനെ ആ ഒരു തളർന്ന ജീവിതത്തിൽ നിന്നും പിടിച്ചു കയറ്റത് നമ്മുടെ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയുടെ വയറ്റിൽ തുടിക്കുന്നത് കണ്ണന്റെ ആ ഒരു പാതിയായിട്ടുള്ള ജീവനും കൂടെയാണ് അല്ലേ. അപ്പം നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിരിക്കണം, മോൾ ഒരാപത്തിലും അപകടത്തിലും പെടില്ല, മോളുടെ കുഞ്ഞു മോളും എന്നും സേഫ് ആയിരിക്കും, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെയൊക്കെ ഒപ്പമുണ്ട്, മോളാണല്ലോ എൻ്റെ മകനെ ഇങ്ങനെ ഉയർത്തിയെടുത്തത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷം നിറഞ്ഞ വാക്കുകളൊക്കെ പറയാനാട്ടോ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മിക്ക് മുന്നിൽ കണ്ണൻ്റെ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടത്. പോരാത്തതിന് ഒരു കുട്ടി അയ്യപ്പനാണ് മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ളതെന്നും നമ്മുടെ കണ്ണൻ്റെ അച്ഛൻ മുൻകൂട്ടി പറയുന്നുണ്ടേ. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നതേ. എന്നിട്ട് മഹാലക്ഷ്മി കാര്യം ഉടനെ തന്നെ നമ്മുടെ കണ്ണനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പൊ കണ്ണനും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്താണെങ്കിലോ നമ്മുടെ ഉണ്ണി ഇവരെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉണ്ണി അപകടത്തിൽപ്പെടും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ് അല്ലെ കൂട്ടുകാരെ. ആരൊക്കെ സത്യം അറിയുന്നോ അവരൊക്കെ അപകടത്തിൽപ്പെടും. അതാണല്ലോ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒരു രീതി. എന്തായാലും കാത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.